is a world outside of you, a world that is so broken, a world that is so shattered. Your eyes shall see the plight of this world around you today. Your ears shall hear the cry of a sad, painful, distressed and wounded world around you. There are millions and billions of people in this world who are dying of hunger and thirst. Hallelujah! Hallelujah! Praise the Lord! Praise the Lord! It's a call that Jesus gives us. He has given us the duty to touch the lives of these people. If we abandon them, if we are indifferent to them, these people will cry out, and that cry will reach heaven, and the Lord will blame us and hold us responsible. Hallelujah! Hallelujah! Praise the Lord! Praise the Lord! Praise the Lord! Praise the അകത്ത് വെച്ചേരി. കാശ് കിട്ടിയോ ചാക്കോയെ? ഓ, എവിടെന്ന്? ജോയിച്ചന്റെ നേരിട്ട് ഏൽപ്പിച്ചോളാന്നാ പരമുള്ള പറയുന്നത്. പിന്നെ ഞാൻ എന്നാ ചെയ്യാനാ? ആഹാ, അത് കൊള്ളാലോ. ജോയിച്ചന്റെ ഭാര്യയാ ഞാൻ. കാശ് എന്റെ തന്നാ എന്നതാ ഒരു കുഴപ്പം? ഓരോരോ ഒഴിവ് കഴിവുകള്, അല്ലാതെ എന്നതാ? ജോയിച്ചിന് ഇവിടെ ഇല്ലാത്ത തക്കം മുതലാക്കുക അയാള്. ഇഞ്ചിയും കുരുമുളകും എന്നൊക്കെ പറഞ്ഞ് ഇനി ഇങ്ങോട്ട് വരട്ടെ. ആ പരമുള്ളേ, കാശ് ഇന്ന് തന്നെ എന്റെ വീട്ടിലെത്തിച്ചേക്കണം. ഞാൻ പറഞ്ഞേക്കാം. ജോയിച്ചൻ എപ്പോ വരും ചേച്ചി? മറ്റന്നാള്. 2-3 ദിവസമായിട്ട് ഈ കസേര ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്നത് കാണുമ്പോ ഏതാണ്ടൊരു ഇതുപോലെ. എന്നാ പറഞ്ഞാലും ജോയിച്ചൻ എപ്പോഴും ഇതേലിങ്ങനെ നിറഞ്ഞിരിക്കുന്നത് കാണുന്നത് തന്നെ ഒരു ഐശ്വര്യ. ഇതിപ്പം വീടങ്ങ് ഉറങ്ങിയ പോലെ. വല്ല നിവൃത്തിയുണ്ടെങ്കിൽ ജോയിച്ചൻ മറ്റൊരു വീട്ടിൽ പോയി അന്തി ഉറങ്ങിയിട്ടുള്ളതായി എനിക്ക് ഓർമ്മയില്ല. ചില കല്യാണത്തിനോ ചവിടക്കിനോ മറ്റോ കാലോ അരയോ ദിവസം എന്റെ വീട്ടിൽ വന്ന് കിടന്നിട്ടുണ്ട്. അത്രേ ഉള്ളൂ. വൈകുമ്പോ ഈ തിണ്ണെ വന്ന് കയറണം, അല്ലെങ്കിൽ ജോയിച്ചനതങ്ങോട്ട് ശരിയാവത്തില്ല. എന്നിട്ടും ദാ ഇപ്പൊ ഒരു തീർത്ഥാടനത്തിന് ചാടി പുറപ്പെട്ടിരിക്കുന്നു. അതും ചേച്ചിയും പിള്ളേരെയും പോലും കൂട്ടാതെ. അതിശയം തന്നെ. അതായിപ്പോ കുറ്റമായത്? എല്ലാരും കൂടെ അങ്ങ് സർക്കിട്ടിന് ഇറങ്ങിയേച്ചാ മതി ഈ സമയത്ത്. പിള്ളേർക്ക് സ്കൂളിൽ പോണ്ടല്ലേ ചാക്കോ? പഴയ കാലമൊന്നുമല്ല. ഒരൊറ്റ ക്ലാസ് നഷ്ടപ്പെടുത്തിയ പരീക്ഷ വരുമ്പോ അത്രയും മാർക്ക് അങ്ങ് പോവും. A+ ഒക്കെ വാങ്ങിക്കേണ്ട പിള്ളേരാ. അതും ശരിയാ. എന്നാൽ എനിക്കറിയാൻ മേലേ, നമ്മുടെ പാലാ ടൗണ് വിട്ട് ജോയിച്ചന് ഇതിനു മുമ്പ് എങ്ങോട്ടേലും പോയിട്ടുള്ളതായിട്ട്. കച്ചവടത്തിന്റെ കാര്യത്തിന് എങ്ങാനും പുറത്തു പോവേണ്ടി വന്നാലും ഞങ്ങളാരേലും പറഞ്ഞയക്കുമല്ലയോ പതിവ്. ഇതിപ്പോ നമ്മുടെ സണ്ണിച്ചാന്റെ കാര്യം ആയതുകൊണ്ടാ ഒന്നും മിണ്ടാതങ്ങ് ഇറങ്ങിപ്പോയത്. 10 വർഷം കഴിഞ്ഞു സണ്ണിച്ചാന്റെയും കൊച്ചുറണ്ണിയുടെയും കല്യാണം കഴിഞ്ഞിട്ട്. ഇതുവരെ അവർക്കൊരു കുഞ്ഞിനെ കൊടുത്തില്ല തമ്പുരൻ. ഫ്രാൻസിസ് പുണ്യാളിനോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കാനും തിരുശേഷിപ്പ് കാണാനുമായിട്ട് ഗോവയിലോട്ട് കൂടെ ചെല്ലണമെന്ന് സണ്ണിച്ചാൻ പറഞ്ഞപ്പം ഒരു കൂട്ടുകാരൻ എന്ന നിലയ്ക്ക് അവനെ അനുഗമിക്കേണ്ടത് എന്റെ കടമയല്ലയോടെ ആൻസിയെ എന്നാ ജോയിച്ചൻ എന്നോട് ചോദിച്ചത്. കാര്യം ശരിയായതുകൊണ്ട് ഞാനും അതങ്ങ് സമ്മതിച്ചു. മാത്രമല്ല തിരുശേഷിപ്പ് കാണണമെന്നൊക്കെയുള്ളത് ജോയിച്ചന്റെയും വലിയ ആഗ്രഹമായിരുന്നു. I love you. Come on. ഒന്നുമില്ല ചുമ്മാ nothing. ജോസേ അനിയ, നീ വെറുതെ തർക്കത്തിന് നിൽക്കാതെ ഞാൻ പറയുന്ന അങ്ങോട്ട് കേക്ക്. ഞാനൊരു പോലീസ് ഓഫീസറാണെന്നുള്ള കാര്യം പലപ്പോഴും നീ മറന്നു പോകുന്നു. പ്രമാദമായ ഒരു മർഡർ കേസിന്റെ ഇൻവെസ്റ്റിഗേഷനില്ല ഞാൻ. അഡ്വക്കേറ്റ് നരിമാനുമായിട്ട് എനിക്ക് നാളെ ഒരു അർജന്റ് മീറ്റിംഗ് ഉള്ളതാ. അതുകൂടെ കഴിഞ്ഞ് എനിക്ക് വരാൻ പറ്റത്തുള്ളൂ. എന്താ കടലിലെ ശബ്ദം? അത് പിന്നെ ഈ അന്വേഷണം ഒരു കടൽ തീരത്താ. എന്നാ പറഞ്ഞാലും ഈ കേസിൽ നാളെ നീ തന്നെ കോടതിയിൽ അപ്പിയർ ചെയ്തേ പറ്റൂ. അത് മസ്റ്റാ.
ചത്തയാളെ ഒരു മീൻപിടുത്തക്കാരനായിരുന്നു. മീൻപിടുത്തക്കാരൻ. ആ ശരി ശരി. ആരാ ആരാ? കെട്ടിയോള് തന്നെ അല്ലാതാര്. ഇവിടെ ഇനി എത്ര സമയം എടുക്കുന്നു? ഇവിടെ വരെ വന്നും വെച്ച് നേർച്ചയിടാതെ പോകാനൊന്നും പറ്റത്തില്ല. അയ്യടാ, അങ്ങനെ സൗകര്യം നോക്കി നിന്നാലേ നാളെ വൈകുമ്പോഴേക്ക് വീട്ടിലെത്തേണ്ടതാ. അതിനു മുമ്പ് എന്തെല്ലാം പരിപാടി ഉണ്ടെന്നറിയാം. അല്ല പിന്നെ. ആ ഞാൻ ഒരു ഐഡിയ ഉണ്ട്. ഉണ്ട്. ജോയ് ഇതെങ്ങോട്ടാ? നീ കണ്ടോ ചേട്ടാ, ഇതൊന്നാ നേർച്ചപ്പെട്ടിലിടാവോ? क्या हुआ भाई? यह सामान वह बॉक्स में निक्षित करो. ओके ओके ओके. ആരാം കറോ ആരാം കറോ ആരാം കറോ. വലിയ സാറന്മാര് വന്നിട്ട് എന്നാ കാര്യം? വിവരം വേണം, വിവരം. ഞാൻ ഇന്ത്യയിൽ ഒരു കാച്ചം കഴിച്ചു. കിളവൻ സമ്മതിക്കുകയും ചെയ്തു. കാശ് നേർച്ചപ്പെട്ടിയിൽ ഇട്ടോളാന്ന് പറഞ്ഞു. ഞാൻ അതിനൊരു താങ്ക്സ് സോങ് പറഞ്ഞു ഹിന്ദി തന്നെ. ആരാം കരോ ആരാം കരോ. നമുക്ക് നന്ദി വേണമല്ലോ. ബാബാ നീയായിരുന്നു. കളിച്ചു നടക്കാതെ റെഡിയാ നോക്ക്. ചിരിക്കുന്ന കണ്ടില്ലേ? നാണമില്ലല്ലോ ജോയിച്ചിന്. ഓ, നീ അതങ്ങ് ക്ഷമി. ഇന്നലെ രണ്ടെണ്ണം കൂടി പോയായിരുന്നു. അത് ഞാൻ ഇതിനു മുമ്പും കണ്ടിട്ടുള്ളതാണല്ലോ. ഇതൊന്നും അല്ല. ജോയിച്ചൻ രാത്രി ഉറക്കത്തിൽ കിടന്ന് പറഞ്ഞ എന്നാന്നറിയോ? എന്നാ പറഞ്ഞു? മദാമേ, വാട്ട് ഈസ് യുവർ നെയിം, കം ഹിയർ, ഐ ലവ് യു എന്നൊക്കെയാ ജോയിച്ചൻ പറഞ്ഞത്. അതായിരുന്നു. അത് നീ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ലടി എൻ്റെ ആൻസി. ഏതോ മാതാമ്മമാർ നടത്തുന്ന ആശുപത്രിയിൽ ഞാൻ ഭയങ്കര സൂക്കേടായിട്ട് കിടന്നൊന്ന് ദുസ്വപ്നം കണ്ട. ഏയ്, ഐ ലവ് യു എന്നൊന്നും ആയിരിക്കല്ല പറഞ്ഞത്. ഐ ഗീവ് യു എന്നായിരിക്കും. അതായത് ഈ വലിയ ബില്ല് വന്നപ്പോ ഉടനെ കൊടുത്തേക്കാം, പേടിക്കണ്ടെന്ന് പറഞ്ഞായിരിക്കും. ഓ അല്ല പിന്നെ. എന്റെ പൊന്നും കൂടെ അല്ലേ, നീ ഇത് ആരോടെങ്കിലും പറഞ്ഞ് എനിക്ക് നാണക്കേട് വരുത്തി വെക്കരുത് കേട്ടോ. അതെന്നാ ജോയിച്ച അങ്ങനെ പറഞ്ഞത്? ഞാൻ എന്റെ ജോയിച്ചിന് നാണക്കേട് വരുത്തുവോ? എന്നാലും പകരമായിട്ട് എനിക്ക് എന്നാ തരും? എന്നാ വേണേലും ജോയിച്ചനോട് ഞാൻ പറഞ്ഞിട്ടുള്ളതാ, മറ്റത്തിൽ വക്കച്ചിന്റെ സ്വർണ്ണക്കടയിൽ ഞാൻ കണ്ടുവച്ചിട്ടുള്ള കല്ലുമാലയെ കുറിച്ച്. അത് വേണോ ആൻസി കൊച്ചേ? വേണമല്ലോ ജോയിച്ച. ഞാൻ എല്ലാരോടും പറയും എന്ത് നല്ല ഭർത്താവ് എന്റെ ജോയിച്ചനെന്ന്. കൊട്ടാരം പോലുള്ള എത്ര ഇനം കാറുകളാ റോഡിൽ കൂടെ അങ്ങനെ തലങ്ങും വിലങ്ങും ഓടി നടക്കുന്നത്. ഈ പാട്ട തൂക്കി വിറ്റേം വെച്ച് പുതിയ കാർ ഒരെണ്ണം മേടിക്കണ്ട ജോയിച്ച. ഇതും തള്ളിക്കൊണ്ടിങ്ങനെ നടക്കുന്നത് ജോയിച്ചന്റെ നിലയ്ക്കും വിലയ്ക്കും ചേർന്നതല്ല. ഈ തറവാടിത്തം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതൊന്നും വില കൊടുത്ത് വാങ്ങിക്കാൻ കിട്ടത്തില്ല. നിനക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലായി. എൻ്റെ ഇച്ചാച്ചൻ ആദ്യമായിട്ട് മേടിച്ച കാറാ. ഇപ്പോഴും ഒരു പോറല് പോലും ഇല്ല. കൊല്ലം എത്രയിന്നാ. എന്നിട്ടെന്നതാ എഞ്ചിൻ നടക്കുന്നുണ്ടോന്ന് അറിയാൻ ചെവിയോർത്ത് നോക്കണം. ഇന്ന് വരെ ഒരു അനാവശ്യ ശബ്ദം ഈ എഞ്ചിനകത്ത് കേട്ടിട്ടുണ്ടോ? ഇതിന്റെ വാലേ കെട്ടാൻ കൊള്ളത്തില്ല നീ ഈ പറയുന്ന കൊട്ടാരം പോലത്തെ കാറൊന്നും. നിനക്കെന്നാടാ ഒരു Today Chaco drop you. Chaco go drop. Papa's English, poor English. My English no grammar. വൈകിട്ടോ പപ്പ? വൈകിട്ട് എങ്ങനെയാ വരുന്നേ? വൈകിട്ട് മോള് ബസ്സേ വന്നാൽ മതി. പിള്ളേർ ചെറുപ്പത്തിൽ എങ്ങനെ കാറേ മാത്രം കയറി പഠിക്കുന്നത്. വന്നട്ടെ. മൈസർ നിന്റെയൊക്കെ ആൻസി കൊച്ചേ. എന്നാ ഞാനും വേഗം റെഡിയാട്ടെ, കടയിലോട്ട് പോകാനുള്ളതല്ലയോ. മതിയടാ മതി, പെട്ടെന്ന് വാ, നേരം പോയി. നീ പെണ്ണ് കാണാനൊന്നും പോവല്ലോ, കോടതിയിലോട്ട് തന്നെ അല്ലയോ പോകുന്നത്. അസൂയക്കും കഷണ്ടിക്കും മരുന്നില്ല ടിച്ചായോ. അറിയുന്നുണ്ട് ഞാൻ നിന്റെ ലീലാവിലാസങ്ങൾ. വാ. ഇത് എവിടെ പോയി കിടക്കുന്നു? റെഡി ആയില്ലയോ ഇതുവരെ? ഞാൻ പറയുമ്പോ ആർക്കും വിശ്വാസമില്ല, പരദൂഷണാണ് പോലും. വേണ്ട പോന്നു ആലീസിന്റെ പുതിയ ആള്. സനിച്ചായ അകത്തോട്ട് പോയിട്ട് ഇച്ചിരി നേരമായി. എന്റെ കൊച്ചിറാണി, നീ അതൊന്ന് അടക്കി. ചേച്ചി താങ്ക് യു. പതിവ് പോലെ ഇന്ന് തന്നെ വെച്ചേരാ. താങ്ക് യു. ഉച്ചയാകുമ്പോ പാത്രത്തിലുള്ളത് മുഴുവൻ എടുത്തങ്ങ് തിന്നേച്ചാ മതി.